നമസ്കാരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സുദിനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട വിജയരാഘവൻ അച്ഛനും സുലോചന അമ്മയും ഇന്ന് വിവാഹിതരായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബിന്ദു മാഡത്തിൻ്റെ, അതുപോലെ തന്നെ ബഹുമാന്യനായ മേയർ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഇന്ന് വിവാഹം നടന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വിജയരാഘവൻ അച്ഛനും അമ്മയ്ക്കും ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു ദിവസം ഇതിനോടനുബന്ധിച്ച് എല്ലാ അച്ഛനമ്മമാർക്കും വേണ്ടി ഒരു മ്യൂസിക് പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ വിശ്വം മ്യൂസിക് ഗ്രൂപ്പ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ വളരെയധികം സന്തോഷത്തോടു കൂടി ഈ ഒരു പരിപാടി നമുക്ക് സൗജന്യമായിട്ടാണ് ചെയ്തു തരുന്നത്. നമ്മളോട് അവരൊരു പ്രോഗ്രാം ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ നമ്മൾ ഈ ഒരു ശുദിനത്തിൽ തന്നെ ആവട്ടെ എന്ന് ആ രീതിയിൽ അവരോട് പറയുകയായിരുന്നു. അപ്പോൾ ഞാൻ മൈക്ക് അവർക്ക് കൈമാറുന്നു പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി. ഇങ്ങനെ ഒരു സുദിനത്തിൽ ഞങ്ങൾ ഈ വിശ്വം മ്യൂസിക് ഗ്രൂപ്പിന് ഇവിടെ കടന്നു വരാനും ഒരു പരിപാടി അവതരിപ്പിക്കാൻ സാധിച്ചത് നിങ്ങൾ ഓരോരുത്തരോടും, പ്രത്യേകിച്ച് മാനേജ്മെന്റിനോടും ആത്മാർത്ഥമായി ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഞങ്ങൾ കുറച്ച് ഗായകർ നിങ്ങളുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഭക്തിഗാനത്തിൽ തുടങ്ങാൻ വെച്ചിട്ടാണ്. നിന്റെ തൃക്കാൽക്കൽ ഉടയ്ക്കുവാൻ വന്നു. നമുക്ക് നല്ലൊരു പാട്ട്, ശ്രീരാഗമോ എന്ന് പറഞ്ഞ പാട്ട് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോ ഞാൻ വളരെ ആദരപൂർവ്വം നമ്മുടെ ടീമിലെ പ്രകാശിനെ വിളിക്കുന്നു. പാടാം. പ്രകാശ് വരും. പിന്നെയും അപ്പൊ എന്തായാലും ഞങ്ങള് ഒരു പ്രോഗ്രാം വിശ്വം മ്യൂസിക് തൃശ്ശൂര് നമ്മുടെ ഗ്രൂപ്പിൽ പാടുന്ന മുതിർന്ന ആൾക്കാരെ നമ്മൾ ആദരിച്ചിരുന്നു. അപ്പൊ കുറച്ച് ഗായകരെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അവരെ ഭംഗിയായിട്ട് ആദരിച്ചു. അപ്പൊ ആ ആദരണീയനായ ഒരു വ്യക്തി നമ്മുടെ ഇടയിലേക്ക്, അദ്ദേഹത്തിന്റെ പേര് വിശ്വം തന്നെയാണ്. അപ്പൊ ഞാൻ നിങ്ങളെല്ലാവരും നിറഞ്ഞ കൈയോടുകൂടി അദ്ദേഹത്തിന് ഒരു പാട്ട് പാടാൻ വേണ്ടി സാധനം ചെയ്യണം. കാടുകളിലെല്ലാം പാടി വരും തെന്നലേ തെന്നലേ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു പാട്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട് പാടും. പൊന്നരിവാടം വിളിയിൽ കല്ലെറിയുന്നോളെ, മാമലകൾ പൂന്തടലിൽ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. പൊന്നരിവാടം വിളിയിൽ കല്ലെറിയുന്നോളെ, മാമലകൾ പൂന്തടലിൽ വാടി നിൽക്കുന്നോളെ, വാടി
ഇവിടെ ഇപ്പോൾ ഒരു വർഷത്തോളം ആവും. എന്താ പേര്? യേശു. ഞാനിവിടെ സ്റ്റാഫ് ആയുർവേദ ഡിപ്പാർട്ട്മെന്റിൽ. ഇതൊന്നും കായിക അതായത് ഡാൻസ് കളിക്കാൻ പറഞ്ഞ് കളിപ്പിക്കുക ആൾക്കാരുണ്ട്. അതെല്ലാവർക്കും പറ്റുന്നൊരു കഴിവല്ലത്. പാട്ട് പാടാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ആൾക്കാരോട് ഡാൻസ് കളിപ്പില്ലെങ്കിൽ അതൊരു പ്രത്യേക കഴിവാണ്. അതിന് പ്രത്യേക ഷിഞ്ചുനാഥിനെ നമ്മൾ അഭിനന്ദിക്കണം. അതിനതൊരു പ്രത്യേക കഴിവുകളാണ്. അപ്പൊ നമ്മള് ഇവിടുത്തെ ചേട്ടനെ നമ്മള് സ്നേഹപൂർവ്വം വിളിക്കുന്നത് രാജേട്ടൻ നല്ലൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പൊ രാജേട്ടനോട് ഒരു പാട്ട് പഠിപ്പിക്കുന്നത് ഞങ്ങൾ വിടില്ലേ. അപ്പൊ രാജേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കല്യാണത്തെ കട്ടാത പാലില ഇതാനെ വാനില എന്നോടു വാനില തീയാത വെണ്ണില ഉൻകാത കണ്ണില ആകായ മണ്ണില മഞ്ഞളയിൽ മുങ്ങിത്തോട്ടെ ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി 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 മഞ്ഞളയിൽ മുങ്ങിത്തോട്ടെ ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി 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 Nana
ബോബൻ ചേട്ടന് സ്നേഹപൂർവ്വം നല്ലൊരു പാട്ട് പാടാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ വലിയൊരു ഗായകനൊന്നുമല്ല. ഈ 10-70 വയസ്സിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടില്ലാത്തൊരു കാര്യം ഈ ആലയത്തിൽ നടന്നതിൻ്റെ സന്തോഷത്തിൽ കസ്തൂരി തൈലമിട്ട് കൂടി മിനുക്കി മുത്തോട് മുത്തു വെച്ച വളകിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വെച്ച വളകിലുക്കി. എന്തായാലും അടുത്തതായി നമുക്ക് പാട്ട് പാടാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പ്രിയ താരം സുലോചന അമ്മേനെയാണ് വിളിക്കുന്നത്. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അപ്പൊ നേരത്തെ ആൾ പറഞ്ഞു എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിക്കുക, കാരണം നമ്മുടെ ദിവസങ്ങളുണ്ട്. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീടവീട്ടുകില്ലേ എന്നിത്ര കോപത്തിൽ സിന്ദൂരം ഈ പ്രോഗ്രാമിന്റെ ലൈവ് നമ്മുടെ യൂട്യൂബ് ചാനൽ ത്രൂ നമ്മൾ എല്ലാവർക്കും സംപ്രേഷണം ചെയ്യുന്നതാണ്. വിശ്വം ഗ്രാൻഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ യൂട്യൂബിൽ കാണാൻ പറ്റും. നമ്മുടെ ചാനലിന്റെ മിസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിന്റെ പേര് വിശ്വം ഗ്രാൻഡ് പ്രൊഡക്ഷൻ ആണ്. ഈ കലാകാരന്മാരെ പരിചയപ്പെടുന്ന ഒരു ചാനലാണ് നമ്മുടെ. അപ്പോൾ എല്ലാവരും ഒന്ന് യൂട്യൂബിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിശ്വം ഗ്രാൻഡ് പ്രൊഡക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ പരിപാടി നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഫുള്ളായിട്ട് യൂട്യൂബിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ ഇതോടുകൂടി ഞാനൊരു പാട്ട് ആലപിക്കും.
നമ്മുടെ ഇന്നത്തെ ഈ ദിവസം വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു. അതിനെ അതിമനോഹരമാക്കി തീർക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ വിശ്വം മ്യൂസിക് തൃശ്ശൂർ, ഞങ്ങൾ ഈ സ്ഥാപനത്തിന്റെ പേരിലും ഇവിടെയുള്ള ഓരോരുത്തരുടെ പേരിലുള്ള സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.